എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് എന്താ ക്ലബിലോട്ടൊന്നും കാണുന്നില്ല ആരെ? ഒരാഴ്ചയായിട്ട്. ക്ലബിൽ ഒരു കാര്യം മാത്രമല്ലല്ലോ, വേറെ കമ്പനിയൊക്കെ ഉണ്ടാവണല്ലേ. വാ കാണാം. ഓക്കെ, see you. എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. വാ നോക്കാം. ഇന്നലെ വൈകിട്ട് കണ്ടതാ. നല്ല ഫോമിലായിരുന്നു. ഇന്നലെ ഞാനേ വേറൊരു കമ്പനിയിലായിരുന്നു. അത് ശരി. ഞാനും നടക്കാൻ ഇറങ്ങുകയായിരുന്നു. എന്നാ വാ. ഇന്ന് എന്നെ നടക്കാൻ ആരുമില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, അതാ. എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ റിട്ടയർമെന്റ് പരിപാടിയൊക്കെ? തകർപ്പൻ. എന്റെ ഷാജി, അവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ണ് നിറഞ്ഞുപോയി. നീ പോകുന്നവർക്ക് വലിയ വിഷമായി കാണുമല്ലേ? അതുകൊണ്ടല്ല, സേതു സാറ് പോയത് കൊണ്ട് അവരെ രക്ഷപ്പെട്ടു എന്നുള്ളതാ. അല്ല, സത്യഭാമ കൂടെ ഇല്ലായിരുന്നു? അവളിവിടെ ഇല്ല. അവള് മോളുടെ അടുത്ത് ബാംഗ്ലൂരാ. എന്തിനാ സാറേ സത്യഭാമ? അവിടെ മുഴുവൻ സത്യഭാമല്ലായിരുന്നോ? ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. ഹലോ. ഇന്ന് വരാനോ? ഇന്ന് വേണ്ട. ഇന്നെനിക്ക് പനിയാ. നാളെയോ? നാളെയും ചിലപ്പോൾ പനിയായിരിക്കും. മനസ്സിലായെന്നോ? എങ്ങനെ മനസ്സിലായി? തൻ്റെ ഫോണിൽ ചൂട് വരുന്നെന്നോ? എടോ, അത് ഫോണിൻ്റെ ബാറ്ററി കേടായിട്ടാ. ബാറ്ററി ചൂട് പിടിച്ചിരിക്കുക, പൊട്ടിത്തെറിക്കും. വേഗം വെച്ചോ. ശരി. ഞാൻ ആ പനി ഒന്ന് നോക്കട്ടെ. ഒരു മാരണമായത്. അയ്യോ, വലിയ ശല്യം. ആരാ? ഒരു ശ്യാമളൻ. ഞാനങ്ങ് പറയും ശിഷ്യനാണെന്നാ പറയുന്നത്. ഇന്ന് അവൻ വരുമെന്ന്. അവൻ എന്നെ കണ്ടിട്ട് എന്തോ അത്യാവശ്യമുണ്ടോ? വല്ല ഏജൻസി പിടിപ്പിക്കാനോ വല്ലോ ആയിരുന്നേ? അല്ല പിന്നെ. ഇപ്പൊ റിട്ടയർ ചെയ്യുമ്പം കുറച്ച് കാശ് കിട്ടും. ആ പൈസ ഏതേലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് നല്ലൊരു പ്ലാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കും. ഇപ്പം കുറെ എണ്ണം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മൾ ഈ റിട്ടയർ ചെയ്തവരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ പാർട്ടികളുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കക്ഷിയവൻ എന്നെനിക്ക് തോന്നുന്നു. വൈകിട്ട് കാണണം. ഒരു സെക്കൻഡേ, ഒരു വണ്ടി കിടക്കുന്നല്ലോ. മറ്റവനാണെന്ന് തോന്നുന്നു. നോക്കിയാലോ? ഇതിന്റെ താരം കാണുന്നുണ്ടല്ലോ. തന്നെയല്ല, ഇത് ലോക്കാണല്ലോ. ഇവിടെ ആരുമില്ല. ഈ വണ്ടി മാത്രമേ കാണുന്നുള്ളല്ലോ. മൊബൈലിലൊന്ന് വിളിച്ചേ, അവന്റെ മൊബൈലിലൊന്ന് വിളിച്ചേ. അത് ശരിയാ. ഒരു സെക്കൻഡ്. റിങ്ങുണ്ട്. കട്ട് ചെയ്തല്ലോ. സാറേ, എന്റെ സാറേ, സാറിന് എന്നെ മനസ്സിലായില്ലേ? സാറേ, ഞാൻ ശ്യാമളൻ പൊങ്ങമ്മൂട്. ഏത് ശ്യാമളൻ? സാറേ, സാർ എന്നെ 8ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചില്ലേ? സാറ് പഠിപ്പിച്ച മലയാളം കൊണ്ടാണ് ഞാൻ ഇന്നും ചെയ്യിപ്പിക്കുന്നത്. ആണോ സാറേ? ശ്യാമളൻ പൊങ്ങമ്മൂട്. വാ, നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കാം. സാർ വന്നു, അങ്ങോട്ട് വന്നു. നമുക്ക് അവിടെ ഈ കസേരയൊക്കെ സാറേ, അത് ഞാൻ തന്നെ ഇട്ടാ. സാറ് വന്നിട്ട് മെനക്കെടുണ്ടല്ലോ എന്ന് കരുതി സാർ അങ്ങോട്ട് ഇല്ല. എങ്കിലും സാർ ഈ ശ്യാമളം പൊങ്ങമ്മൂടിനെ ഓർക്കുന്നില്ലല്ലോ. നിങ്ങളും ഇരിക്കേ. സാറിന്റെ പനി മാറിയോ? ഏത് പനി? മറ്റേ പനിയേ. സാർ ഈ പാരാസെറ്റമോൾ ഒന്ന് കഴിച്ചേ. പനി പമ്പ കിടക്കും. പനിയൊക്കെ മാറി. അയ്യോ, മാറിയോ? മാറി വേർത്തു.
നല്ലോണം വേർന്നു. സാറെന്നെ മറന്നു. കഴിഞ്ഞ 28 വർഷങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സിൽ എന്നെ മലയാളം പഠിപ്പിച്ച സാറായത്. സാറ് പഠിപ്പിച്ച മലയാളത്തിന് മാത്രമേ ഞാൻ ജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ പൊട്ടിപ്പോയി സാറ്. സാറിൻ്റെ ഒരു പഠിപ്പീര് എന്നാ പഠിപ്പീരായിരുന്നു. സോപ്പൊന്നും വേണ്ട. നീ വന്ന കാര്യം പറ. സാറേ, ഇവന്മാരാരാ? അതെന്റെ വേണ്ടപ്പെട്ടവർ. ദേ ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ഈ പറഞ്ഞാൽ എന്നാ തെളിവ്? തെളിവോ? തെളിവില്ലാതെ വിശ്വസിക്കാൻ ഇതന്നെ വെള്ളരിക്കപ്പെടണോ? ഞാൻ ഇപ്പൊ തെളിയിക്കാം. ഈ സാറിനെ പഠിപ്പിച്ചതാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാം. ഈ ശ്യാമളൻ പൊങ്ങമ്മൂടിന് സാറിന്റെ ശിഷ്യനാണെന്ന് ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. ആഹാ, അത് കാണിച്ചാലേ ഇപ്പൊ ശരി. ഇവൻ എന്നെ ഒന്നിന് പോയതാണ്. ഡോ, ടോയ്ലറ്റ് അവിടല്ല, വീടിനകത്താ. അതിനല്ലടോ സാർ, ഒന്ന് കണ്ടു. ഒന്ന് സാർ മാത്രം ഒന്ന് കണ്ടു. നിങ്ങളുടെ പോരെ, എന്തോ ഉടായിപ്പാണെന്ന് തോന്നുന്നു. വാ, നമുക്ക് നമുക്കൂടെ നോക്കിയാലോ. പോയി നോക്കാം. ഇപ്പൊ ഞാൻ അമ്മക്ക് കാണിച്ചു കൊടുക്കാം. തെളിവ് ഒന്നഴിച്ചു. അയ്യേ, ഇതെന്നാ? ഇവരെന്നെ ഈ കാണിക്കുന്നത്? ഇത് നിന്നെ കണി കാണിക്കാൻ കൊണ്ടുവന്നോ? ഇത് നല്ല ഫസ്റ്റ് കണിയാ. എന്താണോ ഈ കാണിക്കുന്നത്? സാറേ, സാർ ഇത് കണ്ടോ? ഇത് തന്നെയാണ് തെളിവ്. സാറിന്റെ ശിഷ്യനാണെന്നുള്ള തെളിവ് തന്നെയാ സാറേ. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് സാറ് തല്ലിയ പാടാ സാറേ ഇത്. ഇത് കൊള്ള എന്ത് തെളിവാ സാറേ ഞാൻ സാറിന് തരണ്ട. ഓഹോ, എന്നതാണോ താൻ കാണിച്ചത്? പൂത്തിനെ തല്ലുന്നവരുണ്ടല്ലോ. പാണ്ടിക്കാളയ്ക്ക് മാറു വെച്ചോല്ലേ തടിയേക്കുന്ന ആ പാവത്തിനെ. ഓ, ഞാനതങ്ങ് മറന്നു. എന്നെ പഠിപ്പിച്ച എന്റെ സാറല്ലേ. മോനെ, എന്തോ ദേ ഇന്നെങ്ങാനും ആയിരുന്നെങ്കിലേ താൻ ജയിലിൽ പോയേനെ. ഹ, ഇന്നായിരുന്നെങ്കിൽ സാറിനെ പഞ്ഞി കിട്ടേനെ പിള്ളേര്. അതെ. നിങ്ങൾക്കറിയോ, 2 മാസമാണ് എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യാതെ ഞാൻ ബുദ്ധിമുട്ടിയത്. മോനെ, വാ, നമുക്ക് ഓരോ ചായ കുടിക്കാം, വല്ലതും കഴിച്ചിട്ടിരിക്കാം. ഓ, എൻ്റെ ഭാര്യയോടെ നമുക്ക് ഹോട്ടലിൽ പോകാം. ഓ, വെരി ഗുഡ് തീരുമാനം. ഇവരും കൂടെ വരട്ടെ അല്ല സാറേ? സാറ് ഫ്രണ്ടിലോട്ട് കയറിയാട്ടെ. ചേട്ടനും കൂടെ കയറിക്കാം. ചേട്ടനും കയറിക്കാം. ആ ഓക്കെ.